إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, തഖ്വയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ ദാനധർമ്മങ്ങളിലും സുപ്രധാനമായ ഇബാദത്തുകളിലും പെട്ട ഒരു കാര്യമാണ് അൽ വഖ്ഫു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക എന്നുള്ളത്. വഖഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക, നിർത്തുക എന്നൊക്കെയാണ് അർത്ഥം. വഖഫിന്റെ ശർഈയായ നിർവചനം എന്ന് പറയുന്നത് അൽ വഖ്ഫു തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ. അസ്ലിനെ നിലനിർത്തുകയും ഏതൊരു വസ്തുവാണോ വഖഫ് ചെയ്യപ്പെടുന്നത് അത് പിന്നീട് കൈമാറ്റങ്ങൾക്കോ ക്രയവിക്രയങ്ങൾക്കോ വിധേയമാകാതെ എന്തൊരു കാര്യത്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത് ആ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പിൻകാലത്ത് വരുന്ന ഓരോ തലമുറയും അതേ കാര്യത്തിനു വേണ്ടി അതിനെ നിലനിർത്തുകയും വതസ്ബീലുൽ മൻഫഅ, ഏതൊരു വിഭാഗത്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത് അതിൻ്റെ പ്രത്യുപകാരങ്ങൾ അവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ അതിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയെന്നുള്ളതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ വഖ്ഫു ഇമ്മാ യകൂനു ബിൽ ഖൗലി ഔ ബിൽ ഫിഅൽ. ഒരു വസ്തു വഖഫായി മാറുന്നത് ഒന്നുകിൽ ഒരാൾ അത് വഖഫാണ് എന്ന് സ്പഷ്ടമായി പറയുകയും ലിഖിതമായി രേഖയാക്കുകയും ചെയ്യുക വഴിയാണ്. അതല്ലെങ്കിൽ അൽ വഖ്ഫു ബിൽ ഫിഅൽ, വഖഫായി നിർണയിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, പൊതു ഉപയോഗത്തിന് വേണ്ടി ഒരാൾ അത് വിട്ടുകൊടുക്കുകയും തൻ്റെ പ്രവൃത്തിയിലൂടെ അത് വഖഫാണ് എന്ന് അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അത് വഖഫായി മാറുന്നത്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് വഖഫ് എന്ന പ്രവർത്തനം നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതായ നേട്ടങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി കാലാകാലങ്ങളായി അത് ഉപയോഗിക്കപ്പെടും. ഇനി ഇന്ന സ്ഥലം പള്ളിയെടുക്കാൻ വേണ്ടി ഒരാൾ വിട്ടുകൊടുത്തു, പ്രത്യേകമായൊന്നും പറഞ്ഞില്ലെങ്കിൽ, പള്ളി എന്ന് പറയുന്നത് മതപരമായ ആവശ്യത്തിനും അതുപോലെ തന്നെ പൊതുവായ ഉപയോഗത്തിനും വേണ്ടി വിട്ടു നൽകുന്നതാണ്.
അതയാൾ തന്റെ സ്വത്തിൽ നിന്ന് അതിന് വിട്ടുകൊടുക്കുന്നതോടുകൂടി അത് വഖഫായി മാറുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് വഖഫ് എന്നുള്ളത് സംഭവിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാൻ സാധിക്കും, അസാബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർദൻ ബിഖൈബർ. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് സ്ഥലം ലഭിച്ചു. ഫഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു അർദൻ ബിഖൈബർ, എനിക്ക് ഖൈബറിൽ കുറച്ച് സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഹിയ അൻഫസു ഇൻദി മിൻഹു, ഹിയ അൻഫസു മാലൻ ഇൻദി, മാ ഇൻദി മാലൻ ഹുവ അൻഫസ മിൻഹു, അതിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്ന മറ്റൊരു സ്വത്തും എൻ്റെ കയ്യിലില്ല. എൻ്റെ കൈവശമുള്ള സ്വത്തിൽ ഞാൻ ഏറ്റവും വില കാണുന്ന, വില കൽപ്പിക്കുന്ന അൻഫസായ സ്വത്താണ് എൻ്റെ ഖൈബറിലെ സ്വത്ത് എന്ന് പറയുന്നത്. മാ തഅ്മുറുനി ബിഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ ശിഅ്ത ഹബസ്ത അസ്ലഹാ വതസദ്ദഖ്ത ബിഹാ, അതിന്റെ അസ്ലിനെ, ആ സ്വത്തിനെ എന്നേക്കുമായി നന്മയ്ക്ക് വേണ്ടി നിലനിർത്തുകയും അതിന്റെ പ്രത്യുപകാരം അത് ദാനമായി നൽകുകയും ചെയ്താൽ അതൊരു വലിയ നന്മയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഫഅമില ബിഹാ ഉമർ അലാ അൻ ലാ യുബാഅ അസ്ലുഹാ, അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായി അത് പ്രകാരം ആ സ്വത്ത് എങ്ങനെ, എന്താണ് അതിൽ ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പഠിപ്പിച്ചു. അൻ ലാ യുബാഅ അസ്ലുഹാ, ഒരിക്കലും തന്നെ ആ സ്ഥലം നിങ്ങൾ ഒരു കാലത്തും വിൽക്കാൻ പാടില്ല. വലാ യുഹബ്, അതാർക്കും ദാനമായി സമ്മാനമായി നൽകാൻ പാടില്ല. വലാ യൂറസ്, അത് അനന്തരം എടുക്കാനും പാടില്ല. മറിച്ച് ആ സ്ഥലം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടേണ്ടത്? തസദ്ദഖ ബിഹാ ലിൽ ഫുഖറാഇ, ദരിദ്രരുടെ ഉന്നമനത്തിനു വേണ്ടി. വഫിൽ ഖുർബ, തന്റെ കുടുംബത്തിൽപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി. വഫിർ റിഖാബി, അതുപോലെ തന്നെ അന്യായമായി തടവിൽ പാർപ്പിക്കപ്പെട്ടവരോ അതല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കേണ്ടത്. വഫീ സബീലില്ലാ, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ ഏതൊരു മാർഗത്തിനു വേണ്ടിയും. വബിനി സബീൽ, ഒരു നല്ല മാർഗത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നതായ ഒരു മനുഷ്യൻ അത് പൂർത്തീകരിക്കാൻ സഹായിക്കാൻ വേണ്ടി. വദ്ദൈഫ്, അതുപോലെ തന്നെ അതിഥികളെ സംരക്ഷിക്കാൻ വേണ്ടി. ഇതിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വഖഫ് പഠിപ്പിച്ചപ്പോ ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ വഖഫ് ചെയ്യാവൂ എന്ന് പഠിപ്പിച്ചില്ല. മറിച്ച് മതപരമായ ആവശ്യങ്ങൾക്കും പിന്നെ നിങ്ങൾക്ക് ഏതൊരു നന്മയ്ക്ക് വേണ്ടിയും വഖഫ് ചെയ്യാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അങ്ങനെ ഈ ഉമ്മത്തിലെ ആളുകൾ അവർ കാലങ്ങളായി വഖഫുകൾ ചെയ്തു പോന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അത് കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും അതിന്റെ മൻഫഅത്ത്, ഉപകാരം പിൻവരുന്ന തലമുറക്കാർ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും പള്ളികളും മഖ്ബറകളും എന്നോണം സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു നാടിന്റെ നന്മക്ക് പോലും വലിയ രൂപത്തിൽ സംഭാവനകൾ നൽകുന്ന നാഷണൽ യൂണിവേഴ്സിറ്റികൾ പോലും ഇന്ന് വഖഫ് സ്വത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതൊന്നും മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയുന്ന ഫറൂഖ് കോളേജ് വഖഫ് സ്വത്താണ്. അവിടെ എല്ലാവരും പഠിക്കുന്നുണ്ട്. എത്ര സ്കൂളുകളാണ്, എത്ര സ്ഥാപനങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട വഖഫ് എന്ന് പറയുന്ന സുന്ദരമായ ആശയം എന്നെന്നും ഏതൊരു നന്മക്ക് വേണ്ടിയാണോ നിലനിർത്തപ്പെട്ടത് ആ നന്മക്ക് വേണ്ടി സംരക്ഷിച്ച് വിനിയോഗിക്കണമെന്നും അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് ആ സ്വത്തിനെ നിങ്ങൾ എടുത്തുപയോഗിക്കരുത് എന്നും പഠിപ്പിക്കപ്പെട്ടതായ സംശുദ്ധമായ ഒരു കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത്. അതൊരിക്കലും വർഗീയതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുവാനുള്ളതല്ല. ഇതാണ് ഏറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, വഖഫ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാന കാര്യമാണ്. അതൊരു ഇബാദത്താണ്, ആരാധനയാണ്. അതിൻ്റെ പ്രത്യുപകാരങ്ങളിൽ എല്ലാവർക്കും ആ പ്രത്യുപകാരങ്ങൾ ലഭിക്കുന്നുണ്ട്.
ആ പ്രത്യുപകാരങ്ങൾ നൽകപ്പെടുമ്പോഴും അതിന്റെ സംരക്ഷണത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസപരമായി അതിനോട് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്ന, മതനിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം വഖഫിനെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മുടെ നാട്ടിൽ പോലും വഖഫ് ആക്ടിൽ കൃത്യമായി പറയുന്നതാണ്. അതുകൊണ്ടാണ് യൂണിയൻ മിനിസ്റ്റർ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നാഷണൽ വഖഫ് കൗൺസിലിലെ ഓരോ അംഗങ്ങളും എമംഗ് ദ മുസ്ലിംസ്, മുസ്ലിമീങ്ങളിൽ നിന്നായിരിക്കണമെന്ന് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവിടെയാണ് ഇനി അതിന്റെ ആവശ്യമില്ല. മറിച്ച് മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പർമാരിൽ നിന്ന് വരുന്ന വഖഫ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളായിരിക്കണമെന്നുള്ള നിർബന്ധമില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം ബാക്കിയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിൽ 2 പേർ അമുസ്ലിമീങ്ങളായിരിക്കൽ നിർബന്ധമാണ് എന്നും ഇപ്പോൾ പുതിയ ബില്ലിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം വഖഫിന്റെ സംരക്ഷണമല്ല, വർഗീയമായ ധ്രുവീകരണമാണ്. ഇവിടെയുള്ള പൊതുസ്വത്തുക്കൾ മുസ്ലിമീങ്ങൾ വഖഫിന്റെ പേരിൽ തട്ടിയെടുക്കുന്നു എന്നുള്ള അബദ്ധജടിലമായ ഒരു കളവ് ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തമായ ഉടമസ്ഥതയിൽ തർക്കമില്ലാതെ നിലനിൽക്കുന്ന ഒരു ഭൂമിയല്ലാതെ ഒരു മുസ്ലിമിനും വഖഫ് ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വഖഫുമായി ബന്ധപ്പെട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയെ വിപുലീകരിക്കുകയാണ്. വിപുലീകരിക്കുന്ന സമയത്ത് സഹല്, സുഹൈല് എന്ന പേരുള്ള 2 യതീം കുട്ടികളുടെ സ്ഥലം ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുകയാണ്. ആ കുട്ടികളുടെ സ്ഥലം കൂടി ലഭിച്ചാലേ പള്ളി വിപുലീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനുവാദം ചോദിക്കുന്നു. ഇല്ല, ഏറ്റവും നല്ല വില ആ ഭൂമിക്ക് നൽകിക്കൊണ്ടാണ്, വെറുതെ ആവശ്യമില്ല, അതിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വില നൽകിക്കൊണ്ട് മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിക്ക് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പോലും സഹല്, സുഹൈല് എന്ന് പറയുന്ന യതീം കുട്ടികളുടെ അവകാശത്തെ മാനിച്ചുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. മുനമ്പത്തെ വിഷയമാണെങ്കിലും എവിടെയുള്ള വിഷയമാണെങ്കിലും ഒരിക്കലും ഒരാളും കുടിയിറക്കപ്പെടരുത് എന്നും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവിടെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണേണ്ടത് എന്നും മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഘട്ടത്തിൽ ഇവിടെ മുസ്ലിമീങ്ങളെ മാത്രം വേർതിരിച്ചു നിർത്താൻ ചില വർഗീയ ധ്രുവീകരണ ശക്തികൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇത് മുസ്ലിമീങ്ങളുടെ വിഷയമല്ല, നാടിന്റെ സമാധാനത്തിന്റെ വിഷയമാണ്. മുഴുവൻ ഇന്ത്യക്കാരനെയും മനുഷ്യരാശിയെയും മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. തഖ്വയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ ഭേദഗതി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പരിശോധിച്ചാൽ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ചൊല്ലി വിശ്വാസിയായ ഒരു മനുഷ്യൻ 5 വർഷം തികയാതെ ഒരു സ്വത്തും വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ള കിരാതമായ നിയമം. വഖഫ് എന്ന് പറയുന്നത് അത് ഭരണകൂടം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. ഗുരുദ്വാരകളുണ്ട്, സിഖുകാരുടെ ഭൂസ്വത്തുക്കളുണ്ട്, പാർട്ടികളുടെ ഭൂസ്വത്തുക്കളുണ്ട്, മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ഭൂസ്വത്തുക്കളുണ്ട്. ഇങ്ങനെ എല്ലാ മതക്കാർക്കുമുള്ള ഭൂസ്വത്തുക്കൾ, ഹൈന്ദവരുടെ ഭൂസ്വത്തുക്കളുണ്ട്. ദേവസ്വം ബോർഡിൽ മുസ്ലിമീങ്ങളില്ല. എല്ലാ മതക്കാരും അവരവരുടെ സ്വത്തുക്കളെ ആ മതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾക്ക് മാത്രം പ്രത്യേകമായ നിയമത്തിലൂടെ അതിനെ ഗവൺമെന്റിന്റെ കൃത്യമായ ഓഡിറ്റിംഗിലേക്കും അതിലൂടെ നിയമപരമായ വ്യവഹാരങ്ങളിലൂടെ ആ സ്വത്തുക്കൾ അപഹരിക്കാനുമുള്ള ചില ഗൂഢതന്ത്രങ്ങളാണ് വർഗീയ ശക്തികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വഖഫ് ട്രൈബ്യൂണലുകളായിരുന്നു വഖഫ് കേസുകൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ വഖഫ് ട്രൈബ്യൂണലിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി പകരം സർവേ കമ്മീഷണറായി കലക്ടറെയും അതുപോലെ തന്നെ അതിന്റെ കേസുകൾ ഇനി മുതൽ ഹൈക്കോടതികളാണ് കൈകാര്യം ചെയ്യേണ്ടതും എന്ന് വരുത്തി തീർത്തു. വഖഫ് ട്രൈബ്യൂണലിൽ വഖഫ് കേസ് മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പരിഹാരമാകും. പക്ഷെ ഹൈക്കോടതികളിലേക്ക് പൂർണ്ണമായി അത് നൽകുന്നതോടുകൂടി എല്ലാ വിധത്തിലുള്ള നാട്ടിലെ വ്യവഹാരങ്ങൾക്കുമിടയിൽ അനന്തമായ നിയമക്കുരുക്കുകളിൽ നീണ്ടുപോകുന്ന, ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത, ഒരിക്കലും വിശ്വാസികൾക്ക് എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത് ആ കാരണത്തിന് വേണ്ടി ഇനി ഉപയോഗിക്കാൻ സാധിക്കാത്ത ഭൂമികളും സ്ഥാപനങ്ങളുമായി വഖഫ് സ്വത്തുക്കളെ മാറ്റാവുന്ന ഗൂഢതന്ത്രം ഇതിലൂടെ ചില വർഗീയ ശക്തികൾ മെനയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പ്രതിഷേധിക്കണം. പക്ഷെ പ്രതിഷേധം പക്വമായിരിക്കണം. വികാരത്തോടുകൂടി പ്രതികരിക്കാനും അതുപോലെ തന്നെ വിവേകം നഷ്ടപ്പെടുത്താനുമാണ് വർഗീയ ശക്തികളും ശത്രുക്കളും ആഗ്രഹിക്കുന്നത്. പക്ഷെ വിശ്വാസികൾ വിവേകത്തോടുകൂടി പ്രതികരിക്കണം. ഇതൊരിക്കലും ഒരു മുസ്ലിം വിഷയമല്ല, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ വിഷയമാണ്, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്, മനുഷ്യത്വത്തിന്റെ വിഷയമാണ്. ഒരിക്കലും തന്നെ വഖഫിന്റെ ഗുണം മുസ്ലിമിന് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് അല്ലേ? നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ പോലും പള്ളികൾ തുറന്നുകൊടുത്ത് ഏത് മതക്കാരനാണെങ്കിലും ഒന്ന് ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളുടെ പള്ളികളും സ്കൂളുകളും കോളേജുകളും ഇതാ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ നോക്കി നിങ്ങൾ ഈ നാടിന് അധികപ്പറ്റാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള വർഗീയ ധ്രുവീകരണ ശക്തികളെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഒരു നിയമത്തെക്കാട്ടിയും ഒരാളെയും പേടിപ്പിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോധൈര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഒരു സംഭവത്തിലും ഒരു കാര്യത്തിലും ഒരു വിശ്വാസി തലകുനിക്കുകയില്ല, അവൻ ദുർബലനാകുകയില്ല. കാരണം അവന്റെ വിശ്വാസം പേറുന്നത് ഹൃദയത്തിലാണ്. നിയമങ്ങളുടെ പരിരക്ഷ നൽകുന്ന സുഖങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഭയപ്പാടുകളോ ഒന്നുമല്ല ഒരു മുസ്ലിമിനെ നിയന്ത്രിക്കുന്നത്. മറിച്ച് ഭയഭക്തിയാണ്, ദൈവഭയമാണ്. അന്യായമായ ഒരു മനുഷ്യന്റെയും സ്വത്തവൻ അപഹരിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കുക, വിഷയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും വസ്തുതകളെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة.